ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ ന്യൂസ് പേപ്പറാണ്. സോ കുറേ നാൾക്ക് ശേഷം ഞാൻ വിചാരിച്ചിരുന്ന ഒരു ന്യൂസ് പേപ്പറിൻ്റെ ഇത് നമ്മൾ ചെയ്യാം. അങ്ങനെയാണ് കേട്ടോ. സോ ഇത് രണ്ടും വേണ്ട, ബിഡൻ ഹെഡ് വേണ്ട, അർണബ് ഗോസ്വാമിയുടെ ന്യൂസ് വേണ്ട. ഇറ്റ് ഈസ് ഇൻ പബ്ലിക് ഇൻട്രസ്റ്റ് ടു സെറ്റ് അപ്പ് കോർട്സ് ടു ട്രൈ ലോ മേക്കേഴ്സ്. അപ്പോൾ സുപ്രീം കോർട്ട് മദ്രാസ് ഹൈക്കോടതിയിൽ നിന്ന് റെസ്പോൺസ് സീക്കുകയാണ്. സോ ജസ്റ്റിസ് എൻ വി രമണ, ദ ലീഡിംഗ് എ 3-judge bench of the Supreme Court on Wednesday, said that the court has only public interest and faith in judiciary in mind, while pushing for the setting up of special courts to expeditiously try sitting and former MPs and MLAs accused of various crimes. അപ്പോൾ എം പിസും എം എൽ എസും ക്രൈം ഒരുപാട് ആക്ട് പ്രകാരം ക്രിമിനൽ ആക്ട്സ് ചെയ്തിട്ടുള്ള ആൾക്കാർ, അതുപോലെ ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ട ഒരുപാട് ആൾക്കാർ എം പിസും എം എൽ എസ് ആയിട്ടിരിക്കുന്നത്. സോ അപ്പോൾ അതിൽ എങ്ങനെയാണ് പബ്ലിക് ഇൻട്രസ്റ്റും ജുഡീഷ്യറിയിലുള്ള ഫെയ്ത്തുമാണ് ഇവരിതിൽ അന്വേഷിക്കുന്നതെന്ന് കറക്റ്റായിട്ട് അത് സെറ്റ് ചെയ്ത് അതിൽ കറക്റ്റായിട്ട് എക്സ്പീഡിഷ്യസ്ലി അക്യൂസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ കറക്റ്റായിട്ട് ട്രയൽ ചെയ്യുന്നതാണ് നമ്മുടെ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ദ പർപ്പസ് ഓഫ് ദിസ് അഡ്ജുഡിക്കേഷൻ എന്ന് പറയുന്നത് പബ്ലിക് ഇൻട്രസ്റ്റ് ആണ്. അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ദ പബ്ലിക് ഫെയ്ത്ത് ഇൻ ജുഡീഷ്യറി ബൈ മേക്കിംഗ് ഷുവർ ദാറ്റ് ദ ലോങ് പെൻഡിങ് കേസസ് അഗെയിൻസ്റ്റ് സിറ്റിംഗ് ആൻഡ് ഫോമർ എം പീസ് ആൻഡ് എം എൽ എസ് ആർ ഡിസൈഡഡ് വിത്തൗട്ട് ഡിലേ. അപ്പോൾ ഡിലേ ഇല്ലാതെ അതെടുക്കണം എന്നാണ്. അപ്പോൾ പബ്ലിക് കേസസ്, അപ്പോൾ പബ്ലിക്കിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. കാരണം നമുക്കറിയാം ജുഡീഷ്യറി എന്ന് പറയുന്നത് ഈസ് ബിൽഡ് അപ്പോൺ ദി ഫെയ്ത്ത് ഓഫ് ദി പബ്ലിക്. സോ ആ ഫെയ്ത്ത് ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഒരുപാട് പേര് ഈ നിയമങ്ങളൊക്കെ ലംഘിക്കുക. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് തിരിച്ച് ആ ഒരു ഫെയ്ത്ത് തിരിച്ച് ആൾക്കാരിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ജുഡീഷ്യറി ആയിട്ട് ഈ കേസ് ടേക്കപ്പ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അങ്ങനെയാണ് ഒരു റിപ്പോർട്ട് ഫയൽ ചെയ്തിരുന്നു മദ്രാസ് ഹൈക്കോടതിയിലെ ഒരു കമ്മിറ്റി റിപ്പോർട്ട് ഫയൽ ചെയ്തു. അതായത് റിസർവേഷൻസ് ദാറ്റ് റേസ് ദ റിസർവേഷൻസ് ഓഫ് ദ സെറ്റിംഗ് അപ്പ് ഓഫ് സ്പെഷ്യൽ കോർട്ട്സ് എക്സ്ക്ലൂസീവ്ലി ടു ട്രൈ ലെജിസ്ലേച്ചേഴ്സ് ഓഫ് വേരിയസ് ഒഫൻസസ്. അപ്പം സ്പെഷ്യൽ കോർട്ട് ഈ ലെജിസ്ലേച്ചേഴ്സിൻ്റെ കാര്യം നോക്കാൻ വേണ്ടി മാത്രമായിട്ടൊരു കോർട്ട് സെറ്റപ്പ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതിനെ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്. ഓക്കെ, ആൻഡ് ദ കമ്മിറ്റി സെറ്റ് ദാറ്റ് സ്പെഷ്യൽ കോർട്ട്സ് ക്യാൻ നോട്ട് ബി ഒഫൻഡർ സെൻട്രിക്. അതായത് ഒഫൻഡറിനെ മാത്രം ബേസ് ചെയ്തുണ്ടായിരിക്കരുത് എന്നുള്ളതാണ്. ഒഫൻഡർ സെൻട്രിക് ആയിരിക്കരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ അത് കാരണം എന്ന് വെച്ചാൽ ഒരു എം പിയോ എം എൽ എയോ ഹു കമ്മിറ്റ്സ് എൻ ഒഫൻസ് അണ്ടർ പോസ്കോ ആക്ട് can only be tried by a special court created by the POSCO Act, and there cannot be another special court exclusively for trial for an MP and MLA who commits POSCO offense. അതായത് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പം പോസ്കോ ആക്ട് പ്രകാരം കുറ്റം ചെയ്യുന്ന ആൾക്കാരെ പോസ്കോ സ്പെഷ്യൽ കോർട്ട് പ്രകാരമാണ്. ഓക്കെ, സ്പെഷ്യൽ കോർട്ട്സ് ഉണ്ട്. നമ്മളിപ്പം ട്രിവാൻഡ്രത്ത് നോക്കുകയാണെങ്കിൽ ട്രിവാൻഡ്രത്ത് പോസ്കോ കോർട്ടുണ്ട്. അപ്പം ആ കോർട്ടിലാണ് ഈ സ്പെഷ്യലായിട്ട് ഈ പോസ്കോ ആക്ടിന് ഒഫൻസ് ചെയ്യുന്ന ആൾക്കാർ ട്രയൽ നടത്തുന്നത്. സോ അങ്ങനെ ഉള്ള ആൾക്കാർ ഇപ്പോൾ എം എൽ എ അല്ലെങ്കിൽ എം പി പോസ്കോ ആക്ട് പ്രകാരം ഒരു ഒഫൻസ് നടത്തുകയാണെങ്കിൽ പോസ്കോ ആക്ടിൻ്റെ കീഴിൽ വേണം, സ്പെഷ്യൽ കോർട്ടിൽ വേണം അത് നോക്കാൻ. അപ്പോൾ ഇതിലിങ്ങനെ വരുമ്പോൾ വേറൊരു സ്പെഷ്യൽ കോർട്ട് എം പിക്കും എം എൽ എക്കും എങ്ങനെ വയ്ക്കാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യനാണ്. ഓക്കെ, അതിനാണ് പറഞ്ഞിരിക്കുന്നത്. 2 ആഴ്ച കൊടുത്തിട്ടുണ്ട് റെസ്പോൺസിന് വേണ്ടിയിട്ട്. അടുത്തത് SC lays down the guidelines for matrimonial cases. അപ്പോൾ മാട്രിമോണിയൽ കേസസിൻ്റെ കുറച്ച് ഗൈഡ് ലൈൻ SC ലേ ഡൗൺ ചെയ്തിരിക്കുകയാണ്. ഞാൻ ഇന്ന് കഴിഞ്ഞ ഒരു KS മെയിൻസിൻ്റെ ക്ലാസ്സിൽ പറഞ്ഞതാണ് ജുഡീഷ്യൽ ഓവർ റീച്ചും ജുഡീഷ്യൽ റിവ്യൂവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ജുഡീഷ്യൽ ആക്ടിവിസവും ജുഡീഷ്യൽ ഓവർ റീച്ചും. ഇത് ആക്ച്വലി ജുഡീഷ്യൽ ഓവർ റീച്ചിൻ്റെ കാര്യം എന്ന് വേണമെങ്കിൽ പറയാം, ബട്ട് ജുഡീഷ്യൽ ആക്ടിവിസം എന്നും പറയാം. ജുഡീഷ്യൽ ഓവർ റീച്ച് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മളറിയാം ജുഡീഷ്യൽ ആക്ടിവിസം നല്ലതാണ്, പക്ഷേ ജുഡീഷ്യറി ലെജിസ്ലേച്ചറിൻ്റെ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും? അവിടെ ഒരു പവർ അസർപ്പേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അപ്പോൾ നമ്മളിപ്പോൾ സുപ്രീം കോടതി എന്ത് ചെയ്തിരിക്കുകയാണ്? മാട്രിമോണിയൽ കേസസിന് വേണ്ടിയിട്ട് കുറച്ച് ഗൈഡ് ലൈൻസ് തന്നിരിക്കുകയാണ്. അപ്പോൾ മാട്രിമോണിയൽ കേസസ് ഡീൽ ചെയ്യാൻ ഇപ്പോൾ നിയമം ഉണ്ടാക്കേണ്ടത് ആരുടെ കടമയാണ്? ലെജിസ്ലേച്ചറിൻ്റെ കടമയാണ് അല്ലേ? സുപ്രീം കോടതി എന്ത് ചെയ്താൽ ജഡ്ജ് ചെയ്താൽ മതി എന്നുള്ളതാണ് മെയിനായിട്ടുള്ള കാര്യം. അപ്പോൾ ഇവിടെ സുപ്രീം കോടതി ചെയ്തിരിക്കുന്നത് Supreme Court has laid down the guidelines for the matrimonial കേസസിൻ്റെ ഗൈഡ് ലൈൻസ് ലേ ഡൗൺ ചെയ്തിരിക്കണം. അപ്പം അങ്ങനെ ലേ ഡൗൺ ചെയ്യാനുള്ള അധികാരം ആർക്കായിരിക്കും? ഒന്നിൽ എക്സിക്യൂട്ടീവ് അതോറിറ്റി അല്ലെങ്കിൽ ലെജിസ്ലേറ്റീവ് അതോറിറ്റീസ് ആണ്, അല്ലാതെ സുപ്രീം കോടതിക്കല്ല. ഓക്കെ, ഡെസേർട്ടഡ് വൈഫ്സ് ചിൽഡ്രൻ എൻറ്റൈറ്റിൽഡ് ടു ആൻറ്റിമണി ഫ്രം ദ ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ, ഇതൊക്കെയാണ് ഇവർ നോക്കുന്നത്, ഗൈഡ് ലൈൻസ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഏതൊക്കെയാണെന്ന് പറയാം. അതായത് ഇവർ പറഞ്ഞിരിക്കുന്നത് ഇപ്പം ഒരു ഭാര്യയെ ഉപേക്ഷിച്ചിട്ട് പോവില്ല, അപ്പോൾ അവരും അവരുടെ ചിൽഡ്രനും ഒക്കെ അലിമണി അല്ലെങ്കിൽ മെയിൻ്റനൻസ് കിട്ടാനായിട്ട് ഹസ്ബൻഡിൽ നിന്നും കിട്ടാനായിട്ടുള്ള എല്ലാ അവകാശവും ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതായത് ഇവർ എന്നാണോ കോടതി പോയിട്ട് അലിമണി അല്ലെങ്കിൽ അലിമണി എന്ന് വെച്ചാൽ മെയിൻ്റനൻസ് ആണ് കേട്ടോ, മെയിൻ്റനൻസ് ചോദിക്കുന്നത് അപ്പം മുതലുള്ള ആ കേസ് ഫയൽ ചെയ്ത ഡേറ്റ് മുതലുള്ള
മെയിൻ്റനൻസ് ഇവർക്ക് കൊടുക്കണം എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇന്ദു മൽഹോത്രയും ആർ സുഭാഷ് റെഡ്ഡിയും ആയിരുന്നു ജസ്റ്റിസസ്മാർ. അതുപോലെ അവരാണ് പറഞ്ഞത് വുമൺ ഡെസേർട്ടഡ് ബൈ ഹസ്ബൻഡ്സ് വെയർ ലെഫ്റ്റ് ഇൻ ഡയർ സ്ട്രെയിറ്റ്സ് ഓഫൻ റിഡ്യൂസ് ഡിസ്റ്റിറ്റ്യൂഷൻ ഫോർ ലാക്ക് ഓഫ് മീൻസ് ടു സസ്റ്റെയിൻ ദംസെൽസ് ആൻഡ് ദിയർ ചിൽഡ്രൻ. 67 പേജ് ജഡ്ജ്മെൻ്റ് ആയിരുന്നു അത്. ഇപ്പോൾ ഫാമിലി കോർട്സിനുള്ള ഗൈഡൻസ് കോംപ്രിഹെൻസീവ് ആയിട്ടൊരു ഗൈഡ് ലൈനാണ്. ഫാമിലി കോർട്ട്, മജിസ്ട്രേറ്റ്, ലോവർ കോർട്ട് ഇതിനൊക്കെ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ നടക്കുമ്പോൾ ഈ കോർട്സ് എന്താണ് ഗൈഡ് ലൈൻ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, primary object of the maintenance of law is to protect deserted wife and dependent children from destitution and vagrancy. If the maintenance is not paid from the date of application, the party seeking maintenance would be deprived of sustenance owing to the time taken for disposal of the application, which often runs into several years. അപ്പോൾ വർഷങ്ങളോളം ഇങ്ങനെ പൊക്കോണ്ടിരിക്കും കേസ്. അപ്പം ഇവർക്ക് പൈസ കിട്ടത്തില്ല. അവർ ആക്ച്വലി പൈസ ഇല്ലാത്തത് കൊണ്ടാണ് ഭർത്താക്കന്മാർ ഉപേക്ഷിച്ച് പോകുന്നത്. ഡെസേർട്ടഡ് വൈഫ്സിന് ആക്ച്വലി അവർക്ക് പൈസ ഇല്ലാത്തതുകൊണ്ടാണ് അവർ ഇതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ ഒരു കേസിന് വേണ്ടി വരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പോൾ ഹസ്ബൻഡ് പറയുകയാണ് എനിക്ക് എന്താ പറയുക, എനിക്ക് തന്നെ ചിലവിന് കാശില്ല, പിന്നെ എങ്ങനെ ഞാൻ ഇവർക്ക് കൊടുക്കും. പക്ഷേ അങ്ങനെ ഒരു പ്ലീ ഇവിടെ വരത്തില്ല. അതാണ് പറയുന്നത്. പ്ലീ ഓഫ് ഹസ്ബൻഡ് ദാറ്റ് ഹി ഡസ് നോട്ട് പൊസസ് എനി സോഴ്സ് ഓഫ് ഇൻകം ഇപ്സോ ഫാക്ടോ ഡസ് നോട്ട് അബ്സോൾവ് ഹിം ഓഫ് ഹിസ് മോറൽ ഡ്യൂട്ടി ടു മെയിൻറ്റെയിൻ ഹിസ് വൈഫ് ഇഫ് ഹി ഈസ് ഏബിൾ ബോഡീഡ് ആൻഡ് ഹാസ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ. ഇപ്പോൾ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും നല്ല ശരീരമുള്ള ആളാണ് അതായത് ഫിസിക്കലി ഫിറ്റായിട്ടുള്ള ഒരാളാണെങ്കിൽ ഉറപ്പായിട്ടും പുള്ളിക്കാരൻ ഇവർക്ക് കൊടുത്തിരിക്കണം എന്നുള്ളത്, മെയിൻ്റനൻസ് കൊടുക്കണം എന്നുള്ളതാണ് ഇപ്പോൾ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. മുന്നേ അങ്ങനെ തന്നെയാണ് ആക്ടിൽ, ഇവർ ഒന്നുകൂടെ എടുത്ത് പറഞ്ഞിരിക്കുന്നുള്ളേ ഉള്ളൂ. ബോത്ത് ദി ആപ്ലിക്കൻറ്റ് വൈഫ് ആൻഡ് ദി റെസ്പോണ്ടൻറ്റ് ഹസ്ബൻഡ് ഹാവ് ടു ഡിസ്ക്ലോസ് ദിയർ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. ഇപ്പോൾ നമ്മൾ ഈ ഫാമിലി കോർട്ടിലൊക്കെ പോവുകയാണെങ്കിൽ കേസസ് അതായത് രണ്ട് പാർട്ടിയുടെയും അസറ്റും ലയബിലിറ്റീസും ഒക്കെ നിരത്തണം. ഇപ്പോൾ വൈഫിന് നല്ല പ്രോപ്പർട്ടിയൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാനായിട്ട് പറ്റത്തില്ല, പക്ഷേ എന്നാലും ചോദിക്കാം. പക്ഷേ കിട്ടുന്ന എമൗണ്ട് വളരെ കുറവായിരിക്കും. മനസ്സിലായില്ല. അതേസമയം ഹസ്ബൻഡിന് ഒട്ടും തൊഴിലില്ല, അവർക്ക് അയാൾക്ക് ജോലിക്ക് പോകാൻ സാധിക്കുന്ന അയാൾക്ക് വസ്തുവില്ല, പ്രോപ്പർട്ടി ഇല്ല, അങ്ങനെയൊക്കെ ആണെങ്കിൽ കോടതി എന്ത് ചെയ്യും, അതിന് കൊടുക്കണ്ട, അല്ലെങ്കിൽ കുറച്ച് എമൗണ്ട് കൊടുത്താൽ മതി എന്ന് പറയും. Both the applicant wife and respondent husband have to disclose their assets and liabilities. മെയിൻ്റനൻസ് കേസിൽ അവർ ലയബിലിറ്റി ഡിസ്ക്ലോസ് ചെയ്യണം. അതുപോലെ തന്നെ ചിൽഡ്രൻ്റെ എക്സ്പെൻസസ്, അതായത് അവരുടെ എഡ്യൂക്കേഷൻ, ബേസിക് നീഡ്സ്, അവരുടെ വൊക്കേഷണൽ ആക്ടിവിറ്റീസ്, അതിനൊക്കെ ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ഈ അലിമണി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കോർട്ട് കാൽക്കുലേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ സ്പൈറലിംഗ് ഇൻഫ്ലേഷൻ റേറ്റ്സ് ആൻഡ് ഹൈ കോസ്റ്റ് ഓഫ് ലിവിങ് അറിയാമല്ലോ, ഇപ്പം ദിവസം പ്രതി സാധനങ്ങൾക്ക് വില കൂടണം, അതും കൂടെ കൺസിഡർ ചെയ്യണം. ഓക്കെ, പക്ഷേ വൈഫിന് കിട്ടുന്ന അലിമണി എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ് വിച്ച് ഷി വാസ് യൂസ് ടു ഇൻ മാട്രിമോണൽ ഹോം. ഇപ്പോൾ അവർ ഹസ്ബൻഡിൻ്റെ കൂടെ ജീവിക്കുമ്പോൾ എത്ര സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫാണോ ഹസ്ബൻഡ് തരാൻ പറ്റുന്ന ആ ഒരു സ്റ്റാൻഡേർഡിൽ നിന്ന് മാത്രമേ പൈസ ചോദിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് നമുക്കറിയാം സെക്ഷൻ 125 ഓഫ് CRPC ആണ് മെയിൻ്റനൻസ് വരുന്നത്. അത് സെക്ഷൻ 125 CRPC എല്ലാ മതക്കാർക്കും അപ്ലൈ ചെയ്യാം. ഈവൻ മുസ്ലിം വിമൻസിനും അപ്ലൈ ചെയ്യാൻ പറ്റും സെക്ഷൻ 125. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള കാര്യം. അടുത്തത് അമേരിൻ്റെ അത് വേണ്ട, NGT to hear പൊല്യൂഷൻ കേസസ് ബിയോണ്ട് NCR, അതായത് നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ ആക്ച്വലി വെച്ചത്. നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ വന്നത് തന്നെ നാഷണൽ ക്യാപിറ്റൽ റീജിയൻ, അതായത് നമ്മുടെ ഡൽഹിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആക്ച്വലി 18 സ്റ്റേറ്റ്സിനും കൂടെ NCR ഡൽഹിയും അല്ലാതെ ഡൽഹിയും കൂടെ ഇൻക്ലൂഡ് ആയിട്ട് ഇനി 15 സ്റ്റേറ്റ്സിനും യൂണിയൻ ടെറിട്ടറീസിനും കൂടെ ഇത് എക്സ്റ്റെൻഡ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഓൾറെഡി ഉള്ളത് എവിടെയൊക്കെയാണ്? ഡൽഹി, ഹരിയാന, ഉത്തർപ്രദേശാണ്. ഓക്കെ, ഇപ്പോൾ ഒഡീഷ ആൻഡ് രാജസ്ഥാൻ നോട്ടീസസ് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്കറിയാം ഫയർ ക്രാക്കേഴ്സ് ന്യൂഡൽഹിയിലാണെങ്കിൽ ഗ്രീൻ ക്രാക്കേഴ്സ് മാത്രമേ എന്ത് ചെയ്യാവുള്ളൂ, വിൽക്കാൻ പോലും പാടുള്ളൂ. സോ അത് വളരെ ഇതായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നുണ്ട്. ഓക്കെ, സോ അതാണ് കാര്യം. അടുത്തത് AQI deteriorates remains in very poor category. സ്റ്റബിൾ ഫയർ കൗണ്ട് ഇൻ നെയ്ബറിങ് ഏരിയാസ് ഡിപ്പ് മാർജിനലി. ഇപ്പോൾ ചെറിയ രീതിയിലുള്ള കുറവ് മാത്രമേ ഉള്ളൂ. ഇതിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് സഫർ എന്തെന്ന് അറിഞ്ഞിരിക്കണം കേട്ടോ. സഫർ, അപ്പോൾ സഫർ ഏത് ആക്ട് പ്രകാരം, അല്ലെങ്കിൽ സഫറിൻ്റെ നമ്മുടെ എന്താണ് സഫർ എന്ന് പറയുന്നൊരു എയർ ക്വാളിറ്റി മോണിറ്ററാണ്. അപ്പം എത്ര എയറിന് ക്വാളിറ്റി ഉണ്ടെന്ന് ഡൽഹിയിലും എന്താ പറയുക, ഡൽഹി NCR ഏരിയാസിൽ നോക്കുന്ന സംഭവമാണ്. അപ്പോൾ ഈ സഫർ എന്താണെന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കാം. അതുപോലെ തന്നെ സഫർ ബുള്ളറ്റിൻ പറഞ്ഞ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്. അതായത് സ്റ്റബിൾ ബേണിംഗ് ഷെയർ ഇൻ PM 2.5 ഇൻ ഡൽഹി എയർ ഇസ് എസ്റ്റിമേറ്റഡ് ടു ബി 5%.
വെനസ്ഡേ ഇന്നലത്തെ 5% എന്നാണ് പറയുന്നത്, PM2.5. ഓക്കെ, അപ്പോൾ അതാണ് ബയോ ഡീകമ്പോസർ ടെക്നിക് എ സക്സസ് ക്ലെയിംസ് കെജ്രിവാൾ. അപ്പോൾ ഇതൊരു ബയോ ഡീകമ്പോസർ ടെക്നിക് എന്താണെന്ന് അറിഞ്ഞിരിക്കണം കേട്ടോ. അപ്പോൾ ഇത് എന്താണെന്ന് നോക്കുക. അതായത് കൺവേർട്ടിങ് നമ്മുടെ ഈ ഞാൻ പറഞ്ഞില്ലേ, ഈ കൃഷി ഇറക്കി കഴിഞ്ഞാൽ പഞ്ചാബിലും ഹരിയാനയിലൊക്കെ കൃഷി ഇറക്കി കഴിയുമ്പോഴത്തേക്കും ഒരുപാട് സ്റ്റബിൾ എന്ന് വെച്ചാൽ എന്താണ്, ഈ വീറ്റിൻ്റെയും റൈസ് പാഡിയുടെയൊക്കെ ലെഫ്റ്റ് ഓവറാണ്. അപ്പോൾ ആ ലെഫ്റ്റ് ഓവറിനെ മാന്യൂറായിട്ട് മാറ്റി കഴിയുകയാണെങ്കിൽ ഒരുപാട് ഇഷ്യൂസ് നമുക്ക് എന്ത് ചെയ്യാം, ഉണ്ടാക്കാവുന്നതാണ്. അത് പുസ ഇൻസ്റ്റിറ്റ്യൂട്ട് അറിയാമല്ലോ, പുസ ഹർഹർ എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. സോ പുസ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അണ്ടറിൽ ബയോ ഡീകമ്പോസിങ് സൊല്യൂഷനായിട്ട് കൊണ്ടുവരാമെന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. അപ്പം നമുക്കിത് എന്ത് ചെയ്യാം, വേ ഫോർവേഡിൽ എഴുതാവുന്ന സംഭവമാണ്. അടുത്ത പോലീസ്മാൻ സിവിയർലി, അത് വേണ്ട, എൽഡർലി കപ്പിൾ മാൻ കിൽ ഫോർ ഡിമാൻഡിങ് മണി. അടുത്തത് വിത്ത് 6,842 കേസ്, അത് വേണ്ട. കംപ്ലൈൻറ്റ്സ് ഫോർ ഇൻഫ്ലുവൻസ് ഡിസ്ക്രിപ്ഷൻസ്, ഇതൊന്നും വേണ്ട. അത് ഡൽഹിയുടെ പത്രമാണ്, അതാണ് നമുക്ക് കുറേ ഡൽഹി ന്യൂസ് വരുന്നത്. ഓക്കെ, ഫേസിങ് ഓഫീസേഴ്സ് ഷോർട്ടേജ് ഇൻ ജമ്മു ആൻഡ് കാശ്മീർ ആൻഡ് ലഡാക്ക്. ഓക്കെ, അപ്പം ഒരുപാട് ഓഫീസേഴ്സിൻ്റെ ആവശ്യമുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, ഇവർക്കൊരു ഇത് നടത്തിക്കൂടെ അല്ലേ, എംപ്ലോയ്മെൻറ്റ് നോട്ടിഫിക്കേഷൻ ഇട്ട്. മിക്കവാറും ഇപ്പോൾ ഉള്ള ആൾക്കാരെ ചിലപ്പോൾ റിസർവ് ലിസ്റ്റിൽ നിന്ന് എടുക്കാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് ഇത്രയും സർവീസസിൽ ഏതൊക്കെയാണ് നോക്കാം. ഒന്നെന്ന് പറയുന്നത് ഇന്ത്യൻ ഡിഫൻസ് അക്കൗണ്ട് സർവീസസ്, ഇന്ത്യൻ ഓർഡിനൻസ് ഫാക്ടറി സർവീസസ്, ഇന്ത്യൻ ഡിഫൻസ് എസ്റ്റേറ്റ് സർവീസസ്, അതിനൊക്കെയുണ്ട്. അതുപോലെ തന്നെ വില്ലിംഗ് ആയിട്ടുള്ള ആൾക്കാർ, ഇപ്പോൾ ഗവൺമെൻറ്റിൽ സെർവ് ചെയ്യുന്ന ആൾക്കാർക്ക് അങ്ങോട്ട് പോവാം എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ അക്കോർഡിംഗ് ടു ജമ്മു ആൻഡ് കാശ്മീർ റീഓർഗനൈസേഷൻ ആക്ട് ഓഫ് 2019, ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസേഴ്സ്, IPS, IFS, those ways shall continue to function on the existing cadre till the Lieutenant Governor of the Jammu and Kashmir determines the final allocation of such officers between Jammu and Kashmir and Ladakh. അതായത് മുന്നേ ഉള്ള ആൾക്കാരാണ് ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് അവർ ചെയ്യും ടിൽ നമ്മുടെ ലഫ്റ്റനൻറ്റ് ഗവർണർ അതിനെപ്പറ്റി എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അതുവരെ അങ്ങനെ തന്നെ പോകും. ഓക്കെ, അപ്പം ഇവിടെ ആൾക്കാരുടെ ഷോർട്ടേജ് ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് നമുക്കറിയാം, ആസാം ഗവൺമെൻറ് ആസ് ഡിസ്ട്രിക്ട് ടു സ്റ്റെപ്പ് അപ്പ് വിജിൽ. അപ്പോൾ ഇതിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ആസാം ഗവൺമെൻറ് ഓൺ വെനസ്ഡേ ആസ് ദി അതോറിറ്റീസ് ഓഫ് ഡിസ്ട്രിക്ട്സ് ബോർഡറിംഗ് മിസോറാം ടു സെറ്റ് അപ്പ് വിജിൽ ഓൺ ദി എക്കണോമിക് ബ്ലോക്കേഡ് ഓൺ നാഷണൽ ഹൈവേ 306. മിസോറാമിൻ്റെ തന്നെ ലൈഫ് ലൈൻ എന്നറിയപ്പെടുന്ന നാഷണൽ ഹൈവേ ആണ് നാഷണൽ ഹൈവേ 306. അപ്പോൾ അത് ആക്ച്വലി അവിടെ ബ്ലോക്കേഡ് നടക്കുകയാണ്. നിങ്ങൾക്ക് എപ്പോഴും അറിയാമായിരിക്കും, ഈ ഒരു സമയം ഒരു എന്തായാലും നാഗ ഇഷ്യൂസൊക്കെ വരുമ്പം ഫസ്റ്റ് ബ്ലോക്ക് ചെയ്യുന്ന ഈ ഒരു ഹൈവേ ആണ്. ഓക്കെ, ആ ഒരു ഹൈവേ ബ്ലോക്ക് ചെയ്യുമ്പോൾ രണ്ട് സ്റ്റേറ്റ്സിലേക്കുള്ളതാണ് ബ്ലോക്ക് ആവുന്നത്. അതാണ് നാഷണൽ ഹൈവേ 306ൻ്റെ കാര്യം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. 306 എവിടെയാണെന്ന് ജസ്റ്റ് മാർക്ക് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, അടുത്തത് യെസ് ബാങ്ക് ഫ്രോഡ് കേസ് ഹൈക്കോർട്ട് റിജക്ട് പ്ലേസ് ഓൺ വധവൻസ്, അത് വേണ്ട. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. 56% മൈഗ്രൻസ് ഹു വെൻ ബാക്ക് ടു MP അൺഎംപ്ലോയിഡ്. അതായത് തിരിച്ചു പോയ 56% മൈഗ്രൻസ്, മധ്യപ്രദേശിൽ പോയ ആൾക്കാരും എന്താണ് അവർ അൺഎംപ്ലോയിഡ് ആണ്. ഓക്കെ, അവർക്ക് 90% ആൾക്കാർക്കും ഇതുവരെ ഗവൺമെൻറ് പ്രോമിസ് ചെയ്ത റെമ്യൂണറേഷൻ കിട്ടിയിട്ടില്ല. ഇതിങ്ങനെ എഴുതുമ്പോൾ നിങ്ങൾ എഴുതേണ്ടത് ഇറ്റ്സ് എ സർവേ അണ്ടർടേക്കൺ ബൈ 2 law graduates. ഓക്കെ, അവരാണ് ഈ സർവേ നടത്തിയത്. അപ്പോൾ ഈ അക്കോർഡിംഗ് ടു എ സർവേ കണ്ടക്റ്റഡ് ബൈ this Senate Society for Socio-Legal Empowerment, 90% of the person didn't receive the monetary relief promised by the government എന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, അത് നിങ്ങൾക്ക് വേണം, നിങ്ങളുടെ ഇഷ്ടമാണ്. ഓക്കെ, ക്രിട്ടിക്കലി ആണ്, അത് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് കുറവാണ്, എന്നാലും you can tell that. Okay, with good strain of tracks, Punjab lifeline cut off. Okay, so എന്താ പറയുക, റെയിൽവേസിൽ പഞ്ചാബിൻ്റെ ഗുഡ്സ് ട്രെയിൻ റെയിൽവേസ് എല്ലാം സസ്പെൻഡ് ചെയ്തേക്കാണ്. അപ്പോൾ അഗ്രോ പ്രോസസ്സിങ്, എഞ്ചിനീയറിംഗ്, ഹോസിയറി, ഫാർമസ്യൂട്ടിക്കൽ, ടെക്സ്റ്റൈൽ, പവർ ടു ഓട്ടോ കമ്പോണൻറ്റ്സ് എല്ലാവർക്കും ഭയങ്കരമായ ഒരു ഇഷ്യൂസാണ് ഉണ്ടായത്. റെയിൽവേ ബ്ലോക്കേജ് വരുമ്പോൾ എന്തൊക്കെ സംഭവിക്കും അതൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത് കേട്ടോ. ജമ്മു ആൻഡ് കാശ്മീർ ഡിസ്ട്രിക്ട് കൗൺസിൽ പോൾസ് ഫ്രം November 28. ഓക്കെ, ഇനി നമ്മൾ വരാൻ പോകുന്നത് എഡിറ്റോറിയലാണ്. ഞാൻ പെട്ടെന്ന് തീർക്കും. അതോറിറ്റേറിയൻ ടേൺ. ഓക്കെ, Trump seems hopeful of getting the Supreme Court to rule in his favor. അതൊന്നും വേണ്ട. Star status. ECI's powers to ensure a clean campaign should not be unduly abridged.
അപ്പോൾ നമുക്കറിയാം ഫോമർ മധ്യപ്രദേശ് ചീഫ് മിനിസ്റ്ററിൻ്റെ സ്റ്റാറ്റസ് എന്ത് ചെയ്തു, റിവോക്കേറ്റ് ചെയ്തു. ഓക്കെ, സ്റ്റാർ ക്യാമ്പയിനർ എന്ന് പറയുന്ന ആ ഒരു സംഭവം റിവോക്കേറ്റ് ചെയ്തു. അതിൽ നമ്മുടെ ജസ്റ്റിസ് എസ് എ ബോബ്ദെ, ചീഫ് ജസ്റ്റിസ് എസ് എ ബോബ്ദെ appeared and convinced that the ECA has no such power and ordered a stay on this order. Mr. Nath earned the FCCI's rebuke after distasteful personal remark about a BJP women candidate while campaigning for a by-election to the Madhya Pradesh Assembly recently. സോ നമുക്കറിയാം എന്താണ്, അതായത് നമ്മുടെ ചീഫ് ജസ്റ്റിസ് പറഞ്ഞത് അങ്ങനെ ഒരു ഓർഡറിന് സ്റ്റേ ഇടാനുള്ള അധികാരം ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യക്ക് ഇല്ല. അതായത് സുപ്രീം കോടതിയുടെ ഒരു ഓർഡറിനെ എന്ത് ചെയ്യാൻ പറ്റില്ല, സ്റ്റേ ചെയ്യാനായിട്ട് ECIക്ക് പറ്റില്ല. ഓക്കെ എന്നാണ് പറഞ്ഞത്. ഓക്കെ, സോ നമുക്കറിയാം അപ്പോൾ ശരിക്കും ഇലക്ഷൻ കമ്മീഷൻ്റെ റോളാണ് ഇവിടെ നമ്മൾ ശരിക്കും നോക്കേണ്ടിയിരിക്കുന്നത്. ശരിക്കും ഇലക്ഷൻ കമ്മീഷൻ അതിൻ്റെ റോള് എങ്ങനെയാണ്, അത് സുപ്രീം കോർട്ട് വേഴ്സസ് ECA എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതെങ്ങനെയാണ് ജസ്റ്റ് നോക്കാം. ദ കമ്മീഷൻസ് ഓർഡർ ഡേറ്റഡ് October 30 സെഡ് ഇറ്റ് വാസ് റിവോക്കിംഗ് ഹിസ് സ്റ്റാറ്റസ് ആസ് എ ലീഡർ ഓഫ് പൊളിറ്റിക്കൽ പാർട്ടി സ്റ്റാർ ക്യാമ്പയിനറിൽ നിന്നും. അപ്പോൾ കഥ ഇങ്ങനെയാണ്, October 30 നമ്മുടെ കമ്മീഷൻ എന്ത് ചെയ്തു പറയാണ്, റിവോക്ക് ചെയ്തു. അതായത് അദ്ദേഹം സ്റ്റാർ ക്യാമ്പയിനറായിരുന്ന സ്റ്റാറ്റസിൽ നിന്ന് റിവോക്ക് ചെയ്യുകയാണ് ചെയ്തത്. അത് ഏത് പ്രകാരമാണ്, സെക്ഷൻ 77 ഓഫ് ദി റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് പ്രകാരമാണ് പറയുന്നത്. ഓക്കെ, അതാണ് ഡിസൈഡ് ചെയ്തിരിക്കുന്നത്. അത് പറയുന്നത് വെച്ചാൽ കാൻഡിഡേറ്റ്സ് ഇലക്ഷൻ എക്സ്പെൻഡിച്ചർ ഡസ് ലീവ് ഇറ്റ് ടു ദ പൊളിറ്റിക്കൽ പാർട്ടി ഇറ്റ് സെൽഫ് ടു ഡിസൈഡ് who its leaders are and allows every party to submit a list of such star campaigners to the election authorities. അപ്പോൾ ആരാണ്, അതായത് ഇപ്പം നമ്മളിപ്പോൾ ചോദിക്കുകയാണ്, അപ്പം ഒരു കാൻഡിഡേറ്റിനെ ഇപ്പം ഇലക്ഷൻ എക്സ്പെൻഡിച്ചറിനെ ബേസ് ചെയ്ത് നോക്കുമ്പം സ്റ്റാർ കാൻഡിഡേറ്റ് ആയിട്ട് എടുക്കുന്ന ആളുടെ ഇലക്ഷൻ എക്സ്പെൻഡിച്ചർ അങ്ങനെ എന്തെയല്ല എന്താണ്, അത് ഇറ്റ് ഈസ് എക്സംപ്റ്റഡ് ഫ്രം ഇൻകം ടാക്സ്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ സ്റ്റാർ ക്യാമ്പയിനർ സ്റ്റാറ്റസ് വരുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ക്ലിയർ ആയിട്ടൊരു പ്രിവിലേജാണ്. ഓക്കെ, അപ്പോൾ എക്സ്പെൻഡിച്ചർ ഇൻകം എന്ന് പറയുന്നത് നമുക്കൊരു അത് എക്സ്പെൻഡിച്ചർ ഓഫ് ദി കാൻഡിഡേറ്റ് നമ്മൾ അതിൽ വരത്തില്ല. ECIയിൽ കൊടുക്കുമ്പം ഈ സ്റ്റാർ ക്യാമ്പയിനേഴ്സിൻ്റെ ഒന്നും കാര്യങ്ങൾ വരത്തില്ല. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പം അതുകൊണ്ട് ഇതൊരു പ്രശ്നമാണ്. അതുപോലെ തന്നെ ഇൻ എഫക്റ്റ് ഇൻ ഓർഡർ ഓഫ് ECI റിവോക്കിംഗ് ദ സ്റ്റാർ സ്റ്റാറ്റസ് ഇസ് ആക്ച്വലി എ വിഡ്രോൺ ഓഫ് ദി റൈറ്റ് ടു ക്യാമ്പയിൻ വിതൗട്ട് ഇൻകറിങ് ഇലക്ഷൻ എക്സ്പെൻഡിച്ചർ ഓൺ ദി കാൻഡിഡേറ്റ്സ് അക്കൗണ്ട്. അപ്പോൾ ഇത് അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മുടെ ഈ സ്റ്റാർ ക്യാമ്പയിനേഴ്സ് എന്ന് പറയുന്ന ആൾക്കാർ നമ്മൾ ലിസ്റ്റിൽ ഇൻക്ലൂഡ് ആക്കി. ഓക്കെ, അപ്പോൾ അവർ ഇൻക്ലൂഡ് ആക്കിയിട്ട് അവർ എക്സ്പെൻഡിച്ചർ നടത്തുമ്പോൾ അതിനൊരിക്കലും നമ്മൾ കാൻഡിഡേറ്റിൻ്റെ എക്സ്പെൻഡിച്ചർ ആയിട്ട് കണക്കാക്കില്ല. ഓക്കെ, അപ്പോൾ അത് നമ്മുടെ ECIയിൽ നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ല. ഓക്കെ, അത് ഞാൻ പറഞ്ഞാൽ സ്റ്റാർ ക്യാമ്പയിനറിൻ്റെ എക്സ്പെൻഡിച്ചർ നമ്മൾ ഇതിൽ കാണിക്കേണ്ട ആവശ്യമില്ല. ഇറ്റ് സ്റ്റാൻഡ് ടു റീസൺ ദാറ്റ് ദി ECI in exercise of its general and plenary power of control and direction of the elections, ought to have the power to revoke the status of a campaigner if there is an apparent breach of campaign norms or the model code of conduct. അപ്പോൾ നമ്മുടെ ECIയുടെ കാര്യം പറയുകയാണെങ്കിൽ ECIക്ക് ഹാസ് എ ജനറൽ ആൻഡ് പ്ലീനറി പവർ, ഒരു ഇലക്ഷൻ്റെ കൺട്രോളും ഡിറക്ഷനും ഒക്കെ ECIക്കാണ്. അപ്പോൾ അവർക്ക് തന്നെയാണ് ഒരു ക്യാമ്പയിനറിൻ്റെ സ്റ്റാറ്റസ് റിവോക്ക് ചെയ്യണോ വേണ്ടയോ എന്നുള്ളതാണ്. അപ്പം കാരണം ഇപ്പോൾ ഒരു സ്റ്റാർ ക്യാമ്പയിനർ ആയിട്ടുള്ള ആളിൻ്റെ സ്റ്റാറ്റസ് ഇവർക്ക് റിവോക്ക് ചെയ്യാം എപ്പോഴാണ് അവർ മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് ബ്രീച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ക്യാമ്പയിൻ നോംസ് ബ്രീച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ECIക്കാർക്ക് എന്ത് ചെയ്യും, ECIക്ക് അവരെ ഇത് റിവോക്ക് ചെയ്യാം. Okay, after all, the star status ensures that some leaders can charter helicopters and travel extensively to cover more territory and constituencies without breaching any individual candidate spending limit. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു ഇൻഡിവിജ്വൽ കാൻഡിഡേറ്റിനെ ആണെങ്കിൽ കുറച്ച് സ്പെൻഡിങ് ലിമിറ്റ് ഉണ്ട്. പക്ഷേ സ്റ്റാർ ക്യാമ്പയിനർ ആണെങ്കിൽ എന്താണ്, പുള്ളിക്കാരൻ്റെ ചിലവിനൊന്നും ഒരു ലിമിറ്റും ഇല്ല. പുള്ളിക്കാരന് എത്ര ദൂരം വേണോ വേണമെങ്കിൽ ഞാൻ പറയുക ചാർട്ടേഡ് ഫ്ലൈറ്റ് വിളിച്ച് എവിടെ വേണോ എങ്ങനെ വേണോ അയാളുടെ ടെറിട്ടറി ഫുൾ കിടക്കാം. അപ്പോൾ അവിടെ ഒരു എന്താ വരുന്നത്, ലെവൽ പ്ലേയിങ് അല്ല വരുന്നത്. അവിടെ ഇമ്പാർഷ്യൽ അല്ലെങ്കിൽ എന്താ പറയുക വെരി എക്സ്റ്റെൻസീവായിട്ട് ഇവർക്ക് ചെയ്യാൻ പറ്റും. മറ്റുള്ളവർക്ക് സാധാ നിൽക്കുന്ന കാൻഡിഡേറ്റ്സിനേക്കാളും ഇവർക്ക് കുറച്ചുകൂടി പവർ കിട്ടും. അപ്പോൾ അതാണ് ഈ MCCയുടെ ഒരു ക്ലോസ് കാണിച്ചിട്ടാണ് അങ്ങനെയുള്ള എന്താണ് പ്രൈവറ്റ് ലൈഫിൻ്റെ എന്താ പറയുക കാര്യങ്ങളൊന്നും ഇതിൽ വരത്തില്ല. ഓക്കെ, പ്രൈവറ്റ് ലൈഫിൻ്റെ കാര്യങ്ങളൊന്നും പബ്ലിക് ആക്ടിവിറ്റീസുമായിട്ട് കണക്ട് ചെയ്യാൻ പാടില്ല, അങ്ങനെ കണക്ട് ചെയ്യാൻ പാടില്ല എന്ന് MCC പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് പറയുന്നത്. ഓക്കെ, ഈവൻ ഇത് മോഡൽ കോണ്ടാക്ട് അല്ലെങ്കിൽ മോഡൽ കോഡ് എന്ന് പറഞ്ഞ സ്റ്റാറ്റ്യൂട്ടറി അല്ലെങ്കിൽ പോലും ഇതാണ് ശരിക്കും ഞാൻ നമ്മുടെ ഇലക്ഷൻ്റെ കാര്യങ്ങളെല്ലാം നമുക്കറിയാം. ഇലക്ഷൻ തീരുമാനിച്ച് അല്ലെങ്കിൽ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് ആണ്. അപ്പം ആ മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് എന്ന് പറയുന്നതിന് സ്റ്റാറ്റ്യൂട്ടറി സ്റ്റാറ്റസ് ഇല്ല.
സ്റ്റാറ്റ്യൂട്ടറി അല്ല, അതൊരു മോഡൽ കോഡാണ്. ഓക്കെ, അപ്പം അതൊരു മോഡൽ കോഡ് ആയതുകൊണ്ട് തന്നെ മോഡൽ കോഡ് ആയിരുന്നിട്ട് പോലും, അതായത് സ്റ്റാറ്റ്യൂട്ടറി സ്റ്റാറ്റസ് ഇല്ലാതിരുന്നിട്ട് പോലും ഇത്രയും രീതിയിൽ ഇലക്ഷനെ നല്ല രീതിയിൽ വാച്ച് ഡോഗ് ആയിട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ മീൻസ് ഇറ്റ് ഹാസ് ലോട്ട് ഓഫ് പവേഴ്സ്. അപ്പോൾ പിന്നെ മുന്നത്തെ ഓർഡറിലും ECA ഹാസ് സൈറ്റഡ് ദി സുപ്രീം കോർട്ട്സ് ഒബ്സർവേഷൻ ദാറ്റ് വെൻ ലോസ് ആർ ആബ്സെൻറ്റ് ECA ക്യാൻ ഇൻവോക്സ് ഇറ്റ്സ് റെസിഡ്യൂറി പവർ ടു മീറ്റ് ആൻ ഇൻഫിനിറ്റ് വെറൈറ്റി ഓഫ് സിറ്റുവേഷൻ ദാറ്റ് ക്യാൻ നോട്ട് ബി ഫോർസീൻ ബൈ ലോ മേക്കേഴ്സ്. ഇപ്പോൾ ഒരു നിയമം ഇല്ലാത്ത സ്ഥിതിക്ക്, ഇപ്പം നിയമം ഇല്ലാത്ത കാര്യത്തിലാണ് ഈ കാൻഡിഡേറ്റ്സ് അല്ലെങ്കിൽ മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് വയലേറ്റ് ചെയ്യുകയാണെങ്കിലൊക്കെ ECAക്ക് ഹാസ് ദി പവർ എന്നാണ് ECA പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യം ഒരുപാട് രീതിയിൽ ഒരുപാട് വർഷങ്ങളായിട്ട് ECA ഹാസ് ബീൻ എക്സസൈസിങ് ഇറ്റ്സ് പവർ. അപ്പോൾ ഇറ്റ്സ് ഈക്വലി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് ECA's പവർ ടു എൻഫോഴ്സ് പോൾ നോംസ് ആൻഡ് ക്ലിയർ ക്യാമ്പയിൻ ഇസ് നോട്ട് അൺഡ്യൂലി അപ്ഡേറ്റ്. അതായത് ചുമ്മാ അതിനെ കയറി ഉടക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ECA ഹാസ് ഡൺ എ ലോട്ട് as being a watchdog of the election. Okay, so ഇനി അടുത്ത് നോക്കാൻ പോകുന്നത് ഫിക്സിംഗ് ദ റൂൾസ് ഓഫ് എക്കണോമി. The fundamentals of the game have to change as they currently favor wealthy investors and not workers in tiny enterprises. അപ്പോൾ അരുൺ മൈറ എന്ന് പറഞ്ഞ ഒരാളാണ് എഴുതിയിരിക്കുന്നത്. സോ ലെറ്റ്സ് സീ വാട്ട് ഇറ്റ് ഈസ്. അപ്പോൾ ഇന്ത്യക്ക് ഒരു ഇൻകം ക്രൈസിസ് ആണുള്ളത് അല്ലേ? അതായത് നമുക്കറിയാം ഇൻകം ഓഫ് ദി പീപ്പിൾ ഇൻ ദി ലോവർ ഹാഫ് ഓഫ് ദി പിരമിഡ് ആർ ടു ലോ. സൊല്യൂഷൻ എന്തൊക്കെയാണ്? ഫ്രീ അപ്പ് മാർക്കറ്റ്സ്, ഇംപ്രൂവ് പ്രൊഡക്ടിവിറ്റി, പിന്നെന്താണ്? അപ്ലൈ ടെക്നോളജി. അപ്പം മാർക്കറ്റ്സ് കുറച്ചുകൂടി ഫ്രീ ആക്കുക, പ്രൊഡക്ടിവിറ്റി കൂട്ടുക, ടെക്നോളജി കൊണ്ടുവരിക. ഇതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളിവിടെ കൊണ്ടുവരേണ്ടത്. അപ്പോൾ ഈ 3 സൊല്യൂഷനെ പറ്റി എക്കണോമിക്സ് സേസ് ദാറ്റ് മാർക്കറ്റ് ഷുഡ് ബി ഫ്രീഡ് അപ്പ് ഫോർ അഗ്രികൾച്ചർ പ്രൊഡക്ട്സ് സോ ദാറ്റ് ഫാമേഴ്സ് ക്യാൻ ഗെറ്റ് ഹയർ പ്രൈസസ് ആൻഡ് ഫ്രീ അപ്പ് ഫോർ ലേബർ. ഓക്കെ, അപ്പം നമുക്കറിയാം നമ്മുടെ മാർക്കറ്റ്സ് നല്ല ഫ്രീ ആവുകയാണെങ്കിൽ അഗ്രികൾച്ചർ പ്രൊഡക്ട്സിന് ഒരുപാട് പ്രൈസ് കിട്ടും ഫാമേഴ്സ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിന് പറഞ്ഞ പോലെ തന്നെ വിൽ ഗെറ്റ് ഹയർ പ്രൈസ്. അപ്പം അങ്ങനെ വരുമ്പം ലേബർ ഫ്രീ അപ്പ് ആവും, ഇൻവെസ്റ്റ്മെൻറ്റ്സ് അട്രാക്ട് ചെയ്യും. വിതൗട്ട് അഡിക്വേറ്റ് ഇൻകംസ് പീപ്പിൾ കെൻ നോട്ട് ബി എ ഗുഡ് മാർക്കറ്റ് ഫോർ ബിസിനസ്സസ് ആൻഡ് ഇൻ ഫാക്ട് ഇറ്റ് ഈസ് ഇൻഅഡിക്വേറ്റ് ഗ്രോത്ത് ഓഫ് ദി ഇൻകം ദാറ്റ് ഹാസ് കോസ്ഡ് എ സ്ലംപ് ഇൻ ഇൻവെസ്റ്റ്മെൻറ്റ്സ്. അപ്പോൾ നമുക്കറിയാം ഒരു ഇൻകത്തിൽ ഗ്രോത്ത് ഇല്ലാത്തത് കൊണ്ടാണ് ഇൻവെസ്റ്റ്മെൻറ്റും കുറയുന്നത്. അതെങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അതായത് ഇപ്പം അതുകൂടെ ഒന്ന് പറഞ്ഞുതരാം. അത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇത് ഇൻകം. ഓക്കെ, അപ്പോൾ ഇൻകം നമ്മൾ എന്ത് ചെയ്യും? കുറച്ച് എന്ത് ചെയ്യും? സ്പെൻഡ് ചെയ്യും അല്ലേ? കുറച്ച് നമ്മൾ എന്ത് ചെയ്യും? സേവ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ ഇൻകം കൂടുക അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് ഇൻകം കുറഞ്ഞിരിക്കുകയാണെന്ന് വയ്ക്കുക. ഇപ്പോഴത്തെ സ്ഥിതിക്ക് നോക്കുകയാണെങ്കിൽ ഇൻകം കുറയുകയാണ്. ഇൻകം കുറയുമ്പോൾ നമ്മൾ സ്പെൻഡിങ് കുറയ്ക്കുമോ സേവിങ് കുറയ്ക്കുമോ? ഒന്നത് സ്പെൻഡിങ് നമുക്ക് കുറയ്ക്കാൻ പറ്റില്ല. കാരണം ഒന്നാമത് ഇൻഫ്ലേഷനാണ്. അത് എല്ലാത്തിനും നല്ല പ്രൈസ് ആയിക്കോട്ടെ. പിന്നെ കൊറോണ സംതിങ് ഒക്കെയാണ്, കൊറോണ കാര്യങ്ങളായതുകൊണ്ട് നമുക്ക് സ്പെൻഡ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. ഓക്കെ, അനാവശ്യ ചിലവ് ഒഴിയും, എന്നാലും നമുക്ക് സ്പെൻഡ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഇൻകം വളരെ കുറവാണ്. അങ്ങനെയാണെങ്കിൽ സ്പെൻഡിങ് കുറയ്ക്കുമോ? ഇല്ല, സ്പെൻഡിങ് കൺസിസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? സേവിങ് കുറയ്ക്കും. ഓക്കെ, അതേപോലെ തന്നെ ഇൻകമിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇൻവെസ്റ്റ് ചെയ്യുന്നത്. മനസ്സിലാവും? ഇൻകം കുറയുന്നതനുസരിച്ച് ഇൻവെസ്റ്റ്മെൻറ്റും എന്ത് ചെയ്യും? കുറയും. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റും ഇൻകവും തമ്മിൽ വളരെയധികം റിലേഷനുണ്ട്. അപ്പോൾ ഇൻകം കുറയുകയാണെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റും കുറയും. ഇൻകം ഇപ്പോൾ ഒരു നേഷനിലുള്ള ആൾക്കാരുടെ ഇൻകം വളരെ കുറവാണെങ്കിൽ ഉറപ്പായിട്ടും ആ നേഷനിനുള്ളിൽ എന്തുണ്ടാവത്തില്ല? ഇൻവെസ്റ്റ്മെൻറ്റ്സ് വെളി നേഷനിൽ നിന്ന് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ്സ് വളരെ കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പുള്ളിക്കാരൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പോൾ എക്കണോമിക്സ് സേ ദാറ്റ് മാർക്കറ്റ് ഷുഡ് ബി ഫ്രീഡ് അപ്പ് ഫോർ അഗ്രികൾച്ചർ പ്രൊഡക്ട്സ്. അപ്പോൾ മാർക്കറ്റ്സ് ഫ്രീ ആവുകയാണെങ്കിൽ അഗ്രികൾച്ചർ പ്രൊഡക്ട്സിന് കുറച്ചുകൂടി മാർക്കറ്റ് കിട്ടുകയാണെങ്കിൽ കുറേ കൂടി ലേബർ കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ്സ് അട്രാക്ട് ചെയ്യാം. Okay, ironically, the purpose of freeing up markets for labor is to reduce the burden of wage costs on investors just when the wages and the size of markets will be increased. ഇപ്പം നമ്മളിപ്പോൾ വേജ് റേറ്റ് കുറയ്ക്കുകയാണെങ്കിൽ അതായത് വേജ് ഇപ്പം നമ്മളിപ്പം മാർക്കറ്റ് ഫ്രീ ആക്കുകയാണെങ്കിൽ ലേബർ അതായത് ഇപ്പം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാറുള്ളൂ, ഈ മാർക്കറ്റിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പം അവർക്ക് എന്ത് പറ്റും? അവർക്ക് കുറച്ചുകൂടി പൈസ അവരുടെ കയ്യിൽ കാണും. അപ്പോൾ ആ പൈസ വെച്ചിട്ട് മാർക്കറ്റ് ഫ്രീ ആകുമ്പം ദേ ഹാവ് ദാറ്റ് ഫ്രീഡം ടു ഇൻവെസ്റ്റ് ഇൻ ലോട്ട് ഓഫ് പ്രൊഡക്റ്റീവ് തിങ്സ്. ഓക്കെ, അങ്ങനെ മാർക്കറ്റ് ഫ്രീ ആക്കുക എന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. അതുപോലെ തന്നെ ഹ്യൂമൻ റൈറ്റ്സ് ആയിരിക്കണം ഏറ്റവും കൂടുതൽ. നമ്മൾ എക്കണോമിക് കൺസിഡറേഷനേക്കാളും ഏറ്റവും കൂടുതൽ നമ്മൾ പ്രിവെയിൽ ചെയ്യേണ്ട ഹ്യൂമൻ റൈറ്റ്സ് ആണ്. കാരണം ഗുഡ് മാർക്കറ്റ്സ് ആണെങ്കിൽ അവിടെ ഉറപ്പായിട്ടും നല്ല ട്രാൻസാക്ഷൻ ആയിരിക്കും നടക്കുന്നത് ബയേഴ്സും സെല്ലേഴ്സും തമ്മിൽ. ഹൗവർ ഹ്യൂമൻസ് ആർ നോട്ട് കമ്മോഡിറ്റീസ്. നമുക്കറിയാം, നമുക്ക് അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് പോലെ നമ്മൾ ഹ്യൂമൻസ് ആർ നോട്ട് കമ്മോഡിറ്റീസ്. അപ്പോൾ ഹ്യൂമൻസ് മസ്റ്റ് നോട്ട് ബി പുട്ട് ഫോർ സെയിൽ.
ഹ്യൂമൻസിന് നമുക്ക് ഒരിക്കലും നമുക്ക് സെയിലിന് വെക്കാൻ പറ്റില്ല, കാരണം ഇറ്റ്സ് എഗെയിൻസ്റ്റ് ഹ്യൂമൻ റൈറ്റ്സ്. അപ്പം നമുക്കറിയാം ആ ഒരു സ്ലേവ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ആ ഒരു ഇൻഡസ്ട്രിയൽ ടൈമിൽ ഹ്യൂമൻസിനെ ഒരു കമ്മോഡിറ്റി പോലെ യൂസ് ചെയ്തിരുന്ന ആ ഒരു പീരീഡാണ് ഉണ്ടായത്. ആ ഒരു പീരീഡിനൊക്കെ നമ്മൾ വളരെ അതിജീവിച്ചത്, അങ്ങനെ അത്രയും നമ്മൾ ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ നടത്തി, അത്രയും വയലേഷൻ നടത്തിയപ്പോൾ അതിനെയൊക്കെ നമ്മൾ എഗെയിൻസ്റ്റ് ആയിട്ട് നിന്ന് വി ആർ ഫൈറ്റഡ്. ഇനി നമുക്ക് ഹ്യൂമൻസിനെ വീണ്ടും സ്ലേവ് ആയിട്ട് കാണാൻ സാധിക്കത്തില്ല. അപ്പോൾ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് കൂട്ടണം. അതാണ് രണ്ടാമത്തെ കാര്യം. പ്രൊഡക്ടിവിറ്റി കൂട്ടണം. പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻപുട്ട് ടു ഔട്ട്പുട്ട് റേഷ്യോ ആണ്. ഞാൻ പറയല്ലേ, ഇപ്പോൾ നമ്മളൊരു കാര്യം പഠിക്കാതിരിക്കുമ്പോഴും അതാണ് നമ്മൾ ആക്കുന്നത്. എത്രത്തോളം നമ്മൾ പഠിക്കുന്നതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരുന്ന അനുസരിച്ചാണ് നമ്മൾ പഠിക്കുന്നത്, അല്ലേ? അപ്പോൾ ചില ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാറേ ഇല്ല, അപ്പോൾ നമ്മൾ അതിൽ കുറച്ച് ഫോക്കസേ കൊടുക്കുള്ളൂ. ചില ഏരിയാസിൽ നിന്ന് എപ്പോഴും ക്വസ്റ്റ്യൻ കാണും, അപ്പോൾ അവിടെ നമ്മൾ കുറേ കൂടി സമയം കൊടുത്ത് പഠിക്കും. അപ്പോൾ അതാണ് പ്രൊഡക്റ്റീവ്. അതുപോലെ തന്നെയാണ് നമ്മുടെ മാർക്കറ്റിലും പ്രൊഡക്ടിവിറ്റി കൂട്ടണം. ഓക്കെ, അപ്പം പ്രൊഡക്ടിവിറ്റി എന്ന് പറയുമ്പോൾ ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് റേഷ്യോ കൂട്ടണം. ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് റേഷ്യോ കൂട്ടണം. ഓക്കെ, അപ്പോൾ ലാർജർ ദി ഔട്ട്പുട്ട്, ഞാൻ അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അതായത് ഇപ്പോൾ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുമ്പോൾ പ്രൊഡക്ടിവിറ്റി ഇൻ ദ സെൻസ് ഓക്കെ, പ്രൊഡക്ടിവിറ്റി ഇൻ ദ സെൻസ് എന്ന് വെച്ചാൽ നമ്മൾ ഇൻപുട്ട്, ഓക്കെ, ഔട്ട്പുട്ട് ടു ഇൻപുട്ട് റേഷ്യോ ആണ് പ്രൊഡക്ടിവിറ്റി. അപ്പം ഈ ഔട്ട്പുട്ട് ടു ഇൻപുട്ട് റേഷ്യോ എന്ന് പറയുന്നത് നമുക്കിപ്പം ഔട്ട്പുട്ട് വളരെ, നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിനേക്കാളും നല്ല ഔട്ട്പുട്ടാണ് കിട്ടുന്നതെങ്കിൽ പ്രൊഡക്ടിവിറ്റി എന്ത് ചെയ്യും? കൂടും. അതായത് ഇപ്പോൾ നമ്മൾ 10 രൂപയ്ക്ക് സീഡ് വാങ്ങുന്നു, ഒരു സ്മോൾ കാര്യമാണ്. 10 രൂപയ്ക്ക് സീഡ് വാങ്ങുന്നു, 20 രൂപയ്ക്ക് ഫെർട്ടിലൈസർ വാങ്ങുന്നു, വെള്ളം ഒഴിക്കാനൊക്കെ ആയിട്ട് 100 രൂപയാവും. ഓക്കെ, ഇതെല്ലാം കൂടെ 130 രൂപയാവും. ഓക്കെ, നമ്മൾ അതിനെ പ്രൊഡ്യൂസ് ചെയ്ത് നമുക്ക് കിട്ടുന്നത് 240 രൂപയ്ക്ക് വിൽക്കുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് ഔട്ട്പുട്ടാണ്, ഇത് ഇൻപുട്ടാണ്. മനസ്സിലായോ? അപ്പം 240/130 ഇവിടെ എന്ത് വരുന്നത്? നമ്മുടെ പ്രൊഡക്ടിവിറ്റി. ഇപ്പോൾ ഇത് 120 വെച്ചോളൂ, 10 ഇപ്പോൾ ഇത് 120 വെച്ചോളൂ. 120 എത്രയാണ്? 2 ഇരട്ടിയാണ് നമുക്കിവിടെ ലാഭം കിട്ടുന്നത്. ആ പ്രൊഡക്ടിവിറ്റിയാണ് പറയുന്നത്. മനസ്സിലായോ? 120 2. ഓക്കെ, അപ്പോൾ അതാണ് ഈ ഉദ്ദേശിക്കുന്ന സാധനം. ഓക്കെ, പ്രൊഡക്ടിവിറ്റി കൂടുന്നതാണ് പുള്ളിക്കാരൻ പറയുന്നത്. അപ്പോൾ ലാർജർ ദി ഔട്ട്പുട്ട് produced within the unit of input, higher the productivity. Economists generally use the labor productivity as a universal measure of productivity of an economy, and the number of people in the system is denominator and the denominator, and the gross domestic product in the numerator. അതായത് GDP by the number of people ആണ് എന്താണ് ലേബർ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്. അതായത് നമുക്ക് എത്രത്തോളം ആൾക്കാർ അവൈലബിൾ ആണ് അതും കൂടെ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് നമ്മൾ ലേബർ പ്രൊഡക്ടിവിറ്റി എന്ന് വെച്ചാൽ, ഓക്കെ, നമുക്ക് എത്രത്തോളം ലേബർ അവൈലബിൾ ആണ് ഡിവൈഡഡ് ബൈ GDP അവൈലബിൾ ആണ് ഡിവൈഡഡ് ബൈ ദി ലേബർ. അതാണ് ലേബർ പ്രൊഡക്ടിവിറ്റി. അപ്പോൾ ഇതും കൂട്ടേണ്ട സമയം വളരെ അതിക്രമിച്ചിരിക്കുന്നതാണ് പുള്ളിക്കാരൻ പറയുന്നത്. ലേബർ പ്രൊഡക്ടിവിറ്റിയും കൂട്ടണം. ഓക്കെ, പക്ഷേ നമുക്കത് എങ്ങനെ കൂട്ടാൻ പറ്റില്ല, നമുക്ക് അവരെ അടിച്ചേൽപ്പിച്ച് കൂട്ടാൻ പറ്റില്ല, നമുക്ക് പയ്യെ കൂട്ടാൻ പറ്റുള്ളൂ. ഓക്കെ, എന്ന് വെച്ചാൽ വി ഷുഡ് ഡു എഡ്യൂക്കേഷൻ, വി ഷുഡ് ഡു സ്കിൽ, അങ്ങനെ സംഭവങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ കമ്പനിക്ക് ഇവിടെ 2 കാര്യങ്ങളാണ് ചെയ്യാൻ പറ്റുന്നതാണ് പുള്ളിക്കാരൻ പറയുന്നത്. ഓക്കെ, ഒന്നെന്ന് പറയുന്നത് ദേ ക്യാൻ ടേക്ക് ദ മാനേജർലി മോർ ഡിഫിക്കൽട്ട് റൂട്ട് ഓഫ് ഇൻക്രീസിങ് ദ ടോട്ടൽ ഔട്ട്പുട്ട്. ഒന്നിൽ അവർക്ക് ടോട്ടൽ ഔട്ട്പുട്ട് ആ രീതിയിൽ പോകാം, അല്ലെങ്കിൽ ലേബർ പ്രൊഡക്ടിവിറ്റി ചെയ്യാം. അപ്പോൾ ഈ ലേബർ പ്രൊഡക്ടിവിറ്റി കൂട്ടുന്നത് എങ്ങനെയാണ്? മെഷീൻസ് യൂസ് ചെയ്ത്, ടെക്നോളജി യൂസ് ചെയ്തിട്ട് ഒരു സ്ട്രാറ്റജി കൊണ്ടുവന്ന് അങ്ങനെ ക്യാപിറ്റൽ റിച്ച് എൻ്റർപ്രൈസസ് കൺട്രീസിൽ അവരങ്ങനെയാണ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണ് ക്യാപിറ്റൽ റിച്ച് കൺട്രീസ് ആയതൊക്കെ അമേരിക്ക പോലത്തെ കൺട്രീസ് ആർ ഓൾവേസ് ഗ്രോയിങ്. കാരണം അവരെപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യുന്നത് ടെക്നോളജി ആൻഡ് മെഷീൻസിലാണ്. ഓക്കെ, അങ്ങനെ അൾട്ടർനേറ്റീവ്ലി എംപ്ലോയേഴ്സ് എന്തിനു ചെയ്യാം? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർക്ക് സ്കിൽസ് കൂട്ടാം, അവരുടെ കൾച്ചർ ഓഫ് കണ്ടിന്യൂസ് ഇംപ്രൂവ്മെൻറ്റ് വിത്ത് ഫാക്ടറി, അവരുടെ വർക്കേഴ്സും മാനേജും നല്ലോണം കോപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ, അത് നമുക്കറിയാമല്ലോ. അപ്പോൾ നമ്മുടെ സ്വന്തം കമ്പനി ആണെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ വർക്ക് ചെയ്യും. അത് വേറെ ഏതെങ്കിലും കമ്പനി ആണെങ്കിൽ നമ്മൾ അങ്ങനെ വർക്ക് ചെയ്തില്ല. അപ്പം ആ രീതി ഓഫ് എൻവയോൺമെൻറ്റ് കൊണ്ടുവരണം. ആ രീതിയിലുള്ള സംഭവങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാകും. ഇതാണ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ്. അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റുന്നു? അവിടെ ഒരു ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻ്റ് ആണ് വരുന്നത്. ഓക്കെ, നമുക്കറിയാം ജപ്പാൻ. ഓക്കെ, ജാപ്പനീസ് കമ്പനീസിൻ്റെ കാര്യം എന്താണ്? ഈ സംഭവമാണ് ജാപ്പനീസ് കമ്പനീസിലേക്ക് കൊണ്ടുവന്നത്. ഓക്കെ, this is the strategy of total quality management with which the Japanese companies reduce their costs and improve the quality of products in 1960s and 1970s. അങ്ങനെയാണ് അവർ ശരിക്കും പറഞ്ഞാൽ മോസ്റ്റ് കോമ്പറ്റീറ്റീവ് എൻ്റർപ്രൈസസ് ഇൻ ദ വേൾഡ് ആയി മാറിയത്. നമുക്കറിയാം ജപ്പാനെ കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ ജപ്പാൻ്റെ സാധനങ്ങളൊക്കെ അടിപൊളിയാണ്, അല്ലേ? അത്ര അടിപൊളി സാധനങ്ങളാണ്. കാരണം അവർ ഈ ഒരു ടോട്ടൽ പ്രൊഡക്ടിവിറ്റി ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻ്റ് ആണ് അവരുടെ ആ ഒരു കമ്പനിയിൽ അല്ലെങ്കിൽ അവരുടെ ആ ഒരു കൺട്രിയിൽ കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണ് ഇവർക്ക് ഇത്രയും ക്വാളിറ്റി പ്രൊഡക്ട്സ് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുള്ളത്.
ദി ജാപ്പനീസ് കമ്പനീസ് ഹാഡ് ലൈഫ് ടൈം എംപ്ലോയ്മെൻറ്റ് കോൺട്രാക്ട്സ് വിത്ത് ദെയർ വർക്കേഴ്സ്. അങ്ങനെയാണ്. അത് നമ്മളിപ്പം ഇവിടെയൊക്കെ ആണെങ്കിൽ, ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ എങ്ങനെയാണ്, ഇൻഫോസിസിലൊക്കെ ആണെങ്കിൽ ഒരു 25 വയസ്സാകുമ്പോൾ ആൾക്കാരെ എടുത്തിട്ട് ഒരു 35 വയസ്സ് വരെ അവരെ പിഴിഞ്ഞിട്ട് 35 വയസ്സാകുമ്പോൾ അവരെ എന്ത് ചെയ്യണം, അവരെ എങ്ങനെയെങ്കിലും ഫയർ ചെയ്ത് കളയാണ്. പക്ഷേ ജാപ്പനീസ് കമ്പനീസ് അങ്ങനെയല്ല, അവർക്കൊരു ലൈഫ് ടൈം കോൺട്രാക്ട്സ് ആണ് കൊടുത്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ അവർ കറക്റ്റായിട്ട് ഇൻവെസ്റ്റ് ചെയ്യും, അവർക്ക് അവരുടെ സ്വന്തം കമ്പനിയാണെന്നൊരു ഫീലിംഗ് വരും. അങ്ങനെ വരുമ്പോഴേ മാത്രമേ ആ ഒരു കമ്പനി വിജയിക്കത്തുള്ളൂ. അത് ഏതൊരു കമ്പനിയായാലും അങ്ങനെ വന്നാൽ മാത്രമേ വിജയിക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ ആൾക്കാർ പ്രാഗിയായിരിക്കും ജോലി ചെയ്യുന്നത്. ഓക്കെ, നമുക്കറിയാമല്ലോ. ഓക്കെ, അങ്ങനെ ലൈഫ് ടൈം എംപ്ലോയ്മെൻറ്റ് കോൺട്രാക്ട്സ് വെച്ചിട്ടുണ്ട്. അങ്ങനെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും വർക്ക് ചെയ്താണ് ടോട്ടൽ പ്രൊഡക്ടിവിറ്റി ഇമ്പ്രൂവ് ആക്കിയിട്ടുള്ളത്. ഹ്യൂമൻസ് ആർ ദി ഒൺലി അപ്രീഷിയേറ്റിംഗ് ആസ്പെക്ട്. അതായത് ഇപ്പം നമുക്കറിയാം, ഹ്യൂമൻസിനെ നമ്മൾ ഒരാളെ വർക്കിന് നിർത്തിക്കഴിഞ്ഞിട്ട് നമ്മൾ അവരെ നല്ലോണം സപ്പോർട്ട് ചെയ്ത് അവരെ നല്ലോണം മോട്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ നമുക്ക് വേണ്ടി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യും, അല്ലേ? അതാണ് നമ്മൾ അപ്രീഷിയേറ്റിംഗ് അസെറ്റ്. അതായത് അപ്രീഷിയേറ്റിംഗ് അസെറ്റ് എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ മെഷീനാണെങ്കിൽ കുറച്ച് വർഷം കഴിയുമ്പോൾ എന്താവും, ചീത്തയാവും. പക്ഷേ ഹ്യൂമൻസ് അങ്ങനെയല്ല. ഹ്യൂമൻസിന് അവരുടേതായ എബിലിറ്റീസ് ഉണ്ട്, അത് ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ വാല്യൂസ് ഇൻ മെഷീൻസ് ആൻഡ് ബിൽഡിംഗ് ഡിപ്രീഷിയേറ്റ്സ് ഓവർ ടൈം, അത് എല്ലാവർക്കും അറിയാം. പക്ഷേ ഹ്യൂമൻസ് അങ്ങനെയല്ല. ഹ്യൂമൻസിൻ്റെ മെമ്മറി പവർ, അവരുടെ ഫിസിക്കൽ പവർ, അവരുടെ ഫിറ്റ്നസ്, ഇതൊക്കെ കൂടിയേ വരുള്ളൂ. മനസ്സിലായല്ലേ? ഈവൻ ദോ നമ്മളിപ്പം എന്താ പറയുക, നമ്മൾ ചുമ്മാ ഇരിക്കണമെങ്കിൽ മാത്രമേ നമ്മൾ അൺഹെൽത്തി ആവുള്ളൂ. ചുമ്മാ ഇരിക്കാത്തിടത്തോളം കാലം നമ്മൾ ഹെൽത്തിയാണ്. ഓക്കെ, അതാണ് കാര്യം. ഓക്കെ, അവർക്ക് റെസ്പെക്റ്റും അവർ നല്ലൊരു എൻവയോൺമെൻറ്റും കൊടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഹ്യൂമൻസ് നല്ല രീതിയിൽ വളരും. നമ്മുടെ ഇന്ത്യയിൽ കാണുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ലേസി മാനേജ്മെൻറ്റ് സ്ട്രാറ്റജിയാണ്. ഓക്കെ, അപ്പോൾ അതല്ല ഉദ്ദേശിച്ചത്. നമ്മുടെ ഇന്ത്യയിൽ കാണുന്ന പ്രശ്നം എന്ന് വെച്ചാൽ ആൾക്കാർ ഭയങ്കരമായിട്ട് സ്ട്രെസ് ചെയ്യും. നമ്മുടെ ഇന്ത്യയിലുള്ള മിക്ക കമ്പനീസും അങ്ങനെയാണ്. ദേ ആർ സ്ട്രെസ്സിങ് ദി പീപ്പിൾ. അപ്പോൾ അങ്ങനെ സ്ട്രെസ് ചെയ്യുമ്പോൾ ആൾക്കാർ എന്ത് ചെയ്യും, ദേ ഫീൽ ലൈക്ക് ദേ ആർ ഫോഴ്സ് ടു വർക്ക്. അപ്പോൾ ഒന്നിൽ അവർ ഫോഴ്സ് ടു റിസൈൻ ചെയ്യും, അല്ലെങ്കിൽ ദേ വിൽ സ്റ്റിക്ക് ഓൺ സംഹൗ ടു ലീവ് എ ലൈഫ് വിച്ച് ദേ തിങ്ക് ദേ വിൽ ഗെറ്റ് സക്സസ് ഇൻ സം വേ ഓർ അതർ. ഓക്കെ, അപ്പോൾ അങ്ങനെ ഹാപ്പിനെസ്സിന് പിന്നെ പോകുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അത് വിടാം. ലേസി മാനേജ്മെൻറ്റ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്, നമുക്ക് പ്രൊഡക്ടിവിറ്റി കൂടാനായിട്ട് ഏറ്റവും എളുപ്പം കാര്യം എന്ന് പറയുന്നത് നമ്പർ ഓഫ് വർക്കേഴ്സ് കുറയ്ക്കുക. അതായത് ഡിനോമിനേറ്റർ കുറയ്ക്കുക, ലേബർ പ്രൊഡക്ടിവിറ്റി കൂട്ടാനായിട്ട്, അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവർ കറക്റ്റ് സമയത്ത് നല്ല സമയമാകുമ്പോൾ അവരെ ഹയർ ചെയ്യുകയും ഫയർ ചെയ്യുകയും ചെയ്യുക. Okay, but governments of the countries cannot apply the hire and fire strategy to improve nation's productivity that companies can. ഒരു പ്രൈവറ്റ് കമ്പനി പോയാൽ അവർക്ക് ഇഷ്ടമുള്ള പോലെ ഫയർ ചെയ്യാം, ഇഷ്ടമുള്ള പോലെ ഹയർ ചെയ്യാം. പക്ഷേ ഗവൺമെൻറ് കമ്പനീസിന് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. കാരണം ഗവൺമെൻറ്റിന് പീപ്പിളുമായിട്ട് എന്തുണ്ട്, ഒരു ലിങ്ക് ഉണ്ട്. അതാണ്. Okay, so the company's owners hope someone else will take care of them. So such used and discarded workers no longer their responsibility. അപ്പം if a country is not productive in terms of GDP per population, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഗവൺമെൻറ്റിന് അങ്ങനെ ലക്ഷറി വന്നൂടെ? അതായത് ഇപ്പം പ്രൊഡക്റ്റീവ് അല്ല കമ്പനി, നമ്മൾ ഒരു കൺട്രി പ്രൊഡക്റ്റീവ് അല്ലെങ്കിൽ ആ കൺട്രിക്ക് ആൾക്കാരെ ചുമ്മാ അങ്ങ് വിട്ടുവിട്ട്, അല്ലെങ്കിൽ ഫയറിങ് സിറ്റിസൺ ഇല്ലേ എന്നാണ്. പക്ഷേ അങ്ങനെയാണെങ്കിൽ അവരെവിടെ പോകും? മനസ്സിലായില്ല. അങ്ങനത്തെ ഒരുപാട് ഇഷ്യൂസ് ഇവിടെ വരുന്നുണ്ട്. For capital scarce and human resource abundant countries, നമ്മുടെ പോലത്തെ കൺട്രീസ്, ഓക്കെ, അങ്ങനെയാണെങ്കിൽ കറക്റ്റ് റേഷ്യോ ഓഫ് പ്രൊഡക്ടിവിറ്റി ഈസ് ഔട്ട്പുട്ട് പെർ യൂണിറ്റ് ഓഫ് ക്യാപിറ്റൽ. ഓക്കെ, അപ്പം നമ്മുടെ പോലുള്ള ഒരുപാട് ലേബറുള്ള റിസോഴ്സസ് അബണ്ടൻ്റ് ആയിട്ടുള്ള കൺട്രീസിന് എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? നമ്മുടെ കറക്റ്റ് റേഷ്യോ ഓഫ് പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് ഔട്ട്പുട്ട് പെർ യൂണിറ്റ് ഓഫ് ക്യാപിറ്റലാണ്. ഓക്കെ, ഔട്ട്പുട്ട് പെർ യൂണിറ്റ് ഓഫ് ക്യാപിറ്റലാണ് നമ്മുടെ കറക്റ്റ് പ്രൊഡക്ടിവിറ്റി. This must be the driver of business as well as national strategies, and this was a strategy of Japanese incorporation to make Japan an industrial power. This was E.F. Schumacher's idea. So E.F. Schumacher അറിയാലോ, പുള്ളിക്കാരൻ്റെ ഇൻസൈറ്റും ഇതായിരുന്നു. കറക്റ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റീവ് ഔട്ട്പുട്ട് പെർ യൂണിറ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന രീതിയിലാണ്. അതായത് നമ്മൾ കൊടുക്കുന്ന ക്യാപിറ്റലിൻ്റെ ഇരട്ടിയായിട്ട് നമ്മൾ എന്താണ് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അതായിരിക്കും നമ്മുടെ ഏറ്റവും നല്ലത്. നമ്മുടെ ഡെവലപ്പിംഗ് കൺട്രീസിന് അതാണ് നല്ലത്. ഷൂമാക്കറിന് അറിയാലോ, ഷൂമാക്കർ. സോ ഷൂമാക്കർ ഈസ് ബെസ്റ്റ് നോൺ ഫോർ ഹിസ് സെമിനൽ ഐഡിയ സ്മോൾ ഈസ് ബ്യൂട്ടിഫുൾ. ഓക്കെ, അദ്ദേഹത്തിൻ്റെ ഒരു ബുക്കുണ്ട്, സെയിം ബുക്കാണ്. അപ്പോൾ പുള്ളിക്കാരൻ പറയുന്നത് വെച്ചാൽ ക്യാപിറ്റലിസം എന്ന് പറയുന്നത്, നമ്മൾ ക്യാപിറ്റലിസ്റ്റ് കൺട്രി അമേരിക്ക പോലത്തെ കൺട്രീസൊക്കെ ആണെങ്കിൽ ദേ ആർ പവേർഡ് ബൈ ടെക്നോളജി. ഓക്കെ, അപ്പോൾ അങ്ങനെ ടെക്നോളജിയിൽ മാത്രമായിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ, ഇൻഡിജിനസ് ടെക്നോളജി നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അവിടെ വളരെ വലിയൊരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാകും. അതായത് ഇപ്പം €1 ടെക്നോളജി ഉണ്ടെങ്കിൽ, ഓക്കെ, മോഡേൺ വെസ്റ്റിലുണ്ടാകുന്ന 1000 euro ടെക്നോളജിനേക്കാളും നമുക്കൊരു €1 ടെക്നോളജിയിൽ സാധനം ഉണ്ടാക്കാൻ പറ്റുന്നെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ഐഡിയ എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതാണ്. അപ്പം
ട്രഡീഷണൽ വർക്ക് പ്ലേസിനെ മച്ച് ഫാസ്റ്റർ റേറ്റിൽ മോഡേൺ വർക്ക് പ്ലേസിനേക്കാളും ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ ഒരു ഡ്യുവൽ എക്കണോമി ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഒരു മാസ് എംപ്ലോയ്മെൻറ്റ്, മാസ് അൺഎംപ്ലോയ്മെൻറ്റ്, മാസ് മൈഗ്രേഷൻ നമുക്ക് തടയാൻ സാധിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതൊരു നല്ല എഡിറ്റോറിയലാണ് കേട്ടോ. നിങ്ങളിത് കട്ട് ചെയ്ത് വെച്ച് പഠിച്ചാലും പ്രശ്നമൊന്നുമില്ല. ഓക്കെ, ഇതിൽ ഓരോ വരിയും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടാണ് പുള്ളിക്കാർ എഴുതിയിരിക്കുന്നത്. ദി ഹാർഷ് ലോക്ക്ഡൗൺ ഓഫ് എക്കണോമി ഇൻ ഇന്ത്യ ടു പ്രിവെൻറ്റ് ദി സ്പ്രെഡ് ഓഫ് COVID-19 കോസ്ഡ് മാലേജ് ടു സ്പിൽ ഔട്ട് ഫോർ എവറി വൺ ടു സീ. ഇനിയിപ്പോൾ ഇതെന്ത് സംഭവിക്കുമെന്ന് നമുക്ക് ലാസ്റ്റേ അറിയാൻ പറ്റും. ഓക്കെ, സോ ദ ഗുഡ് ജോബ് ഇംപ്ലൈസ് എ കോൺട്രാക്ട് ബിറ്റ്വീൻ വർക്കേഴ്സ് ആൻഡ് സൊസൈറ്റി. Workers provide the economy in the society products and services it needs. In return, society and economy must create condition where workers can be treated with dignity and earn adequate incomes. ഓക്കെ, ഇപ്പോൾ കുറേ ആൾക്കാർ, ഇതിപ്പോൾ നമുക്ക് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ അല്പം ബുദ്ധിയുള്ള ആൾക്കാരൊക്കെ പൈസയുടെ പിറകെയല്ല, ദേ ആർ ഗോയിങ് ബിഹൈൻഡ് ഹാപ്പിനെസ്. അതായത് അവർക്ക് കിട്ടുന്ന ആ ഒരു റെസ്പെക്ട്, അവർക്ക് കിട്ടുന്ന ആ ഒരു എൻവയോൺമെൻറ്റ്, അവർക്ക് പഠിക്കാൻ കിട്ടുന്ന അവസരം, അങ്ങനെയാണ് ഇപ്പോൾ മിക്ക ആൾക്കാരും പോകുന്നത്. ഓക്കെ, ഞാൻ നോക്കിയിട്ട് അങ്ങനെയാണ് കാണുന്നത്. ബിക്കോസ് മോസ്റ്റ് ഓഫ് ദി പീപ്പിൾ ആർ ഗോയിങ് ടു ദാറ്റ്. മണി മൈൻഡായിട്ടുള്ള പേഴ്സൺസ് ആർ ഡിക്രീസിങ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരുപാട് ആൾക്കാർക്ക് മനസ്സിലായി അതിൻ്റെ പിറകെ പോയിട്ടൊരു കാര്യമില്ല. ഓക്കെ, അപ്പോൾ നല്ലൊരു കോൺട്രാക്റ്റ് കൊണ്ടുവരിക, വർക്കേഴ്സും എംപ്ലോയീസും തമ്മിൽ നല്ലൊരു കോൺട്രാക്റ്റ് കൊണ്ടുവരിക, ആ രീതിയിലുള്ള സംഭവങ്ങൾ കൊണ്ടുവരാണെങ്കിൽ ഉറപ്പായിട്ടും കൊണ്ടുവരും. അതുപോലെ തന്നെ പുള്ളിക്കാരൻ പറയുന്നുണ്ട്, നമുക്കറിയാം ജിഗ് എക്കണോമി ഉണ്ട്. ഞാനൊക്കെ ജിഗ് എക്കണോമി എന്ന് വേണമെങ്കിൽ പറയാം. ഈ ജിഗ് വർക്കറാണ്. അതായത് നമ്മൾ ഇങ്ങനെ ഒരു സംഭവം അവസരം കിട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അതിന് അപ്ലൈ ചെയ്യുമ്പോൾ ഡിജിറ്റൽ ആയിട്ടുള്ള സംഭവങ്ങളാണ്. ഓക്കെ, നമുക്കൊരു കോൺട്രാക്റ്റ് പോലും ഇല്ലാതെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് എന്നെ പോലുള്ളവർ. സോ അങ്ങനെ കോൺട്രാക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമല്ല നമുക്ക് ജിഗ് വർക്കേഴ്സിനും കൊണ്ടുവരുന്നതാണ് പുള്ളിക്കാരൻ പറയുന്നത്. സോ അത് നല്ലൊരു ഐഡിയ ആണ്. അതുപോലെ തന്നെ അതോറിറ്റി ഓൺ ഇൻഡസ്ട്രിയൽ പോളിസിയെ പറ്റി എക്കണോമിസ്റ്റ് ഡാനി റോഡ്രിക് പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ an authority on industrial policy and international trade advocates reforms that will introduce firms to employ more numbers of less skilled workers. He says to increase productivity in firms, too often government subsidize labor replacing capital intensive technology rather than pushing innovation in socially more beneficial direction to augment rather than replace less skilled workers. അപ്പോൾ ഇവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ പുള്ളിക്കാരൻ പറയുന്നത് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഇൻ്റർനാഷണൽ ഇൻഡസ്ട്രിയൽ പോളിസീസൊക്കെ നോക്കുവാണെങ്കിൽ ഡാനി റോഡ്രിക്ക് പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ ഇപ്പം മോർ നമ്പർ ഓഫ് ലെസ് സ്കിൽഡ് വർക്കേഴ്സ് മതി എന്നുള്ളതാണ്. ഓക്കെ, അപ്പം മോർ നമ്പർ ഓഫ് ലെസ് സ്കിൽഡ് വർക്കേഴ്സ് അങ്ങനെ ആകുമ്പോഴത്തേക്കും അപ്പോൾ ഫേംസിൻ്റെ പ്രൊഡക്ടിവിറ്റി കൂടാനായിട്ട് അവരെന്ത് ചെയ്യും, ലേബർ റീപ്ലേസിങ് ആയിട്ടുള്ള സബ്സിഡൈസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നോളജീനെ റീപ്ലേസ് ചെയ്തിട്ട് ലേബറിനെ സബ്സിഡൈസ് ചെയ്യുന്നതാണ് പുള്ളിക്കാരൻ പറഞ്ഞിരിക്കുന്നത്. A turbo change financial globalization has made life very easy for migrant capital while making lives of migrant workers more precarious. അത് നമ്മളിപ്പോൾ കൊറോണ സമയത്ത് കണ്ടു. ഓക്കെ, മൈഗ്രൻ്റ് ക്യാപിറ്റൽ നല്ലതാണ്, പക്ഷേ മൈഗ്രൻ്റ് വർക്കേഴ്സിന് അത് വളരെ പ്രിക്കാരിയസ് ആണ്. ആൻഡ് ദ പവർ ടു ഫിക്സ് ദി റൂൾ ഓഫ് ഗെയിം ഹാസ് ബിക്കം കോൺസെൻട്രേറ്റഡ് വിത്ത് വെൽത്തി ഇൻവെസ്റ്റേഴ്സ് ആൻഡ് ലാർജ് മൾട്ടിനാഷണൽ കോർപ്പറേഷൻ. അതായത് നമുക്കെപ്പോഴും അറിയാം, എപ്പോഴും നമ്മുടെ ഇന്ത്യ ഭരിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യയിലെ മിക്ക കാര്യങ്ങളും തീരുമാനിക്കുന്നത് ഈ ബിഗ് കോർപ്പറേഷൻസ് തന്നെയാണ്. അപ്പോൾ അതാണ് ഈ പുള്ളിക്കാരൻ പറയുന്നത്. ഓക്കെ, ഇത് പവർ ബാലൻസ് മസ്റ്റ് ഷിഫ്റ്റ്. ഇവിടെ പറയുന്നത് സ്മോൾ എൻ്റർപ്രൈസസിനും വർക്കേഴ്സിനും അവർക്കും ഇതേപോലെ ലാർജ് അസോസിയേഷനും അവരുടെ റൈറ്റ്സും കിട്ടണം എന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ ഫിക്സിങ് ദ റൂൾസ് ഓഫ് എക്കണോമി എങ്ങനെ മാറ്റാം എന്നാണ് അരുൺ മൈറ പറയുന്നത്. അടിപൊളി എഡിറ്റോറിയലാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, കട്ട് ചെയ്ത് പഠിച്ചു വയ്ക്കുക. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് സ്നാപ്ഷോട്ട് എടുത്തോട്ടെ. ഓക്കെ, സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതേപോലെ സ്നാപ്ഷോട്ട് എടുത്ത് വെച്ച് പഠിക്കുക. ഓക്കെ, അടുത്തത് ഫിനാൻഷ്യൽ കപ്പാസിറ്റി ഓഫ് സ്റ്റേറ്റ് ഈസ് ബീങ് വീക്ക്. അപ്പോൾ ഇതിന് ഞാൻ എടുക്കാം. എന്തായാലും ഞാൻ തളർന്നുപോയി. ഓക്കെ, സോ എനിവേസ് ലെറ്റ്സ് സീ ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്. താങ്ക് യു ഫോർ സീയിങ്. എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ജസ്റ്റ്